പ്രണയവർണ്ണങ്ങൾ. എനിക്ക് ഹരിയോട് യാതൊരു ഇഷ്ടവുമില്ലെന്നുള്ള ഗൗരിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഹരി തരിച്ചിരുന്നു പോയി. അഭി ഓരോരോ കരുക്കൾ നീക്കുകയാണെന്ന് പാവം ഹരി അറിഞ്ഞിരുന്നില്ല. അഭി അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഹരി, ആ പറയടാ. എടാ, നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഐ എം സോറിടാ. ഏയ്, ഇറ്റ്സ് ഓക്കേടാ. നീ ഫോൺ വെച്ചോ, ഞാൻ കുറച്ച് ബിസിയാണ്. ഹരി ഫോൺ കട്ട് ചെയ്തിട്ട് കസേരയിൽ ചാരിക്കിടന്നു. കിഷോർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഗൗരി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണും. എന്തിനാണ് അമ്മ അവളെ എല്ലാം അറിയിച്ചത്? ഒരുപക്ഷെ അവൾ തന്നെ വിട്ടു പോകരുതെന്നോർത്താവും. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അഭിയും ഗൗരിയും തമ്മിലുള്ള റിലേഷൻ പാവം അമ്മ അറിയുന്നില്ല. താനാണ് വിഡ്ഢിയായത്. വെറുതെ കോമാളി വേഷം കെട്ടി. അഭി ഒരിക്കലെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. താൻ അവളുടെ പിറകെ പോകില്ലായിരുന്നു. ഇനി ഗൗരിയെ വെറുതെ വിഷമിപ്പിക്കാൻ പാടില്ല. അവളുടെ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിലും താൻ ഇടപെടാറില്ല. പിന്നെ ബാങ്ക് ജോലി, അതവളുടെ സ്വപ്നമായിരുന്നുവെന്നും ആ സ്വപ്നം താൻ തകർത്തുവെന്നും അവൾ പറഞ്ഞതുകൊണ്ടാണ് അവളെ അവിടെ ചേർക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ ബഹളം കൂട്ടി. അവളുടെ മനസ്സിലേക്ക് കയറി പറ്റുവാനുള്ള തൻ്റെ തന്ത്രമാണെന്നാണ് അവളുടെ കണ്ടെത്തൽ. അതിലൊക്കെ തന്നെ വിഷമിച്ചത് താൻ സ്വന്തം കൂടപ്പിറപ്പുകളെപ്പോലെ സ്നേഹിച്ച അവളുടെ കൊച്ചച്ഛൻ്റെ മക്കളോട് താൻ സംസാരിച്ച് കണ്ടപ്പോൾ അവൾക്ക് പേടിയായിന്ന്. താൻ വെറുമൊരു ആഭാസനാണെന്ന്. ആ ഒറ്റ വാചകത്തിലാണ് താൻ അവളെ വെറുത്തുപോയത്. ഇവളെയാണോ ജീവന് തുല്യം സ്നേഹിച്ചതെന്ന് പോലും താൻ വിചാരിച്ചു. ആ, ഇങ്ങനൊക്കെ സംഭവിക്കണം എന്നാവും. പോട്ടെ, ഹരിക്കാരും വേണ്ട. ജന്മം തന്നവർ വിധിക്ക് പാത്രമായി പോയപ്പോഴും ഈ നിമിഷം വരെ തന്നെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച് നടന്ന തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയും ഒരമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും തൻ്റെ എല്ലാമായ തൻ്റെ കൂടപ്പിറപ്പുകളും ഒക്കെയുണ്ട് തൻ്റെ കൂടെ. അവരൊക്കെ മതി ഇനി അങ്ങോട്ട്. ഗൗരിയുടെ വീട്ടുകാരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ വൈകാതെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവിടണം. അവൾ അവിടെ നിൽക്കട്ടെ. ഇനി തൻ്റെ വീട്ടിൽ നിൽക്കും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അവളിൽ നിന്നും വരുന്ന ഓരോ വാചകങ്ങൾക്കും അത്രയേറെ തന്നെ തളർത്തുന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. അവൻ തീർച്ചപ്പെടുത്തി. ഈ സമയം വീട്ടിലെത്തിച്ചേർന്ന ഗൗരി അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അഭി ആയിരുന്നുവെന്നറിഞ്ഞതും അവർ ഞെട്ടിപ്പോയി. ഒരുപാട് തവണ ഈ വീട്ടിൽ വന്ന് താൻ കൊടുത്ത ഭക്ഷണമൊക്കെ സന്തോഷത്തോടെ കഴിച്ചിരുന്നവനാ മോളെ. ഹരിക്കുട്ടൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നവൻ. ജീവനായിരുന്നു ഹരിക്കവനെ. എന്നാലും എൻ്റെ കുഞ്ഞിനോട് അവനിങ്ങനെ ചെയ്തല്ലോ. അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഹരി എന്നോടന്ന് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ അതുകൊണ്ടാണ്. എൻ്റെ മോനെ ഞാൻ ആദ്യമായി അടിച്ചു. അവൻ എത്രമാത്രം വിഷമിച്ച് കാണും. എന്നിട്ട് പോലും അവൻ ഒരു കാര്യവും പറഞ്ഞില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി നടന്നു. ദേവി കണ്ണീരൊപ്പേ. അമ്മ കരയല്ലേ പ്ലീസ്. ഹരി ഒന്ന് വരട്ടെ. അമ്മ ഹരിയോട് സംസാരിച്ചാൽ മതി. അമ്മണിയമ്മ വിളിച്ചപ്പോൾ ദേവി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. എന്തായാലും എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഗൗരിമുക്കും എല്ലാം മനസ്സിലായല്ലോ. ദേവി സമാധാനിച്ചു. അന്ന് രാത്രിയാകും തോറും ഗൗരിയുടെ കണ്ണുകൾ ഉമ്മറ വാതിൽക്കിലേക്ക് നീണ്ടു. ഹരിയുടെ വണ്ടിയുടെ ശബ്ദം കാതോർത്തവൾ നിൽക്കുകയാണ്. 9 മണിയായപ്പോൾ ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നതും ഗൗരി ഓടിപ്പോയി ഡോർ തുറന്നു. കണ്ണം മാത്രമേ വന്നുള്ളൂ. ഹരി എവിടെ? അച്ഛൻ ചോദിച്ചപ്പോൾ ഏതോ ഒരു പാർട്ടി എത്തിയെന്നും അവരോട് സംസാരിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നും കണ്ണൻ പറയുന്നത് ഗൗരി കേട്ടു. അവളുടെ വാടിയ മുഖം കണ്ടപ്പോൾ ദേവിക്ക് ചിരി വന്നു. അവർ അവളെ നോക്കി കണ്ണിറുക്കി. ഗൗരിയുടെ മുഖത്ത് നാണം പൂവിട്ടു തുടങ്ങി.
1 മണിക്കൂർ കൂടി പിന്നിട്ടു. ഹരി എത്തിയില്ല. ദേവി ഫോണെടുത്ത് മകനെ വിളിച്ചു. അവൻ വരാൻ അല്പം താമസിച്ചാൽ ദേവി അവനെ വിളിക്കും. അതാണ് പതിവ്. അവരുടെ കോൾ കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മോനെ ഹരി, നേരെ ഇത്രയായല്ലോ, നീ എവിടാ? അമ്മേ, ഞാനിവിടെ എത്താറായി, വെച്ചോളൂ. അവൻ ഫോൺ കട്ട് ചെയ്തു. അമ്മേ, ഹരി എന്തു പറഞ്ഞു? ഗൗരി കുഞ്ഞിനെയും എടുത്ത് ദേവിയുടെ അരികിലേക്ക് വന്നു. ആ മോളെ, ഹരിക്കുട്ടൻ ഇപ്പോൾ എത്തും. ആണോ? അവളുടെ കണ്ണുകൾക്ക് പതിവില്ലാത്ത തിളക്കം. പിന്നെ മോളെ, ദേവി പതിയെ അവളെ വിളിച്ചു. എന്താമ്മേ? അത് ഇന്ന് നമ്മൾ പോയ കാര്യമൊന്നും ഹരിക്കുട്ടൻ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവനത് വല്ലാത്ത വിഷമമാകും. ഇല്ലമ്മേ, ഞാൻ ഹരിയോട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല, ഉറപ്പ്. അവൾ അമ്മയെ നോക്കി പുഞ്ചിരി തൂകി. കുഞ്ഞിനെ മേടിക്കാനായി വന്ന നീലിമ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി. കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാണ് മൂവരും അവിടുന്ന് പോയത്. എന്താണ് ഇത്ര ലേറ്റായതെന്ന് നീലിമ ചോദിച്ചപ്പോൾ ദേവി ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നീലിമയ്ക്കപ്പോൾ മുതൽ ചെറിയ നീരസമുണ്ടായിരുന്നു. രണ്ടാളോടും കൂടുതലൊന്നും പറയാതെ അവൾ ഗൗരിയോട് കുഞ്ഞിനെ മേടിച്ച് റൂമിലേക്ക് പോയി. ഹരിയുടെ വണ്ടി വന്ന് മുറ്റത്ത് നിന്നു. അച്ഛൻ വെളിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഗൗരി ഹാളിൽ ചുറ്റിപ്പറ്റി നിന്നു. അവൻ കയറി വന്നതും ഗൗരി അവനെ നോക്കി. അവൻ തിരിച്ച് ഗൗരിയെയും. മോനെ, നേരം ഒരുപാടായി, പോയി കുളിച്ചിട്ട് വാടാ, ഭക്ഷണം കഴിക്കാം. ദേവി അവൻ്റെ അടുത്തേക്ക് വന്നു. വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. അപ്പം ഗൗരിമോളൊന്നും കഴിച്ചില്ലല്ലോ? അതിന് മറുപടിയൊന്നും പറയാതെ ഹരി സ്റ്റെപ്പ് കയറിപ്പോയി. എനിക്ക് തീരെ വിശപ്പില്ലമ്മേ, സാരല്ല, ഗൗരി പറയുന്നതവൻ കേട്ടു. റൂമിലേക്ക് ചെന്ന ഹരി ബാഗെടുത്ത് ഷെൽഫിൽ വെച്ചിട്ട് നേരെ കുളിക്കാനായി പോയി. കുളിയൊക്കെ കഴിഞ്ഞവൻ ഇറങ്ങി വന്നപ്പോൾ അവന് മാറി ധരിക്കാനുള്ള ഒരു ജോഡി ഡ്രസ്സ് ബെഡിലിരിക്കുന്നു. ഗൗരി എടുത്തു വെച്ചതാണ്. അവൻ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല. പകരം വേറെ ഒരു ഡ്രസ്സ് എടുത്തു. ഓ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ആ ഡ്രസ്സിനെന്താ ഒരു കുഴപ്പം? നല്ലതല്ലായിരുന്നോ? ഗൗരി പിറുപിറുത്തു. ഹരി അവളെ നോക്കി. അവൾ മുഖം വീർപ്പിച്ച് കൊഞ്ഞനം കുത്തി. എന്താണോ ഇന്ന് തനിക്കാകെ ഒരു മാറ്റം? ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് സന്തോഷമാണ്, പെരുത്ത സന്തോഷം. അതിന് ഹരിക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്? അതൊന്നും ഞാൻ പറയില്ല. അതെന്താ പറഞ്ഞാൽ? ഹരി എന്തിനാ ഇതൊക്കെ അറിയുന്നേ? തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ ഞാൻ പറഞ്ഞാലോ? എന്താണ് ഈ സന്തോഷമെന്ന്? ഗൗരി അവനെ നോക്കി. ഞാൻ പറയട്ടെ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. പറയട്ടെ ഗൗരി? പറയൂ. ഈ ഹരി ആരോരും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞതുകൊണ്ടുള്ള പരിഹാസമല്ലേ ഗൗരി? അവൻ നേർമയായി ചോദിച്ചു. ഹരി? അതേടോ, അതറിഞ്ഞിട്ട് തന്നെയാണ്. എനിക്കറിയാം. അല്ലാതെ ഒരു കാരണവശാലും ഈ ആഭാസനോട് ഇങ്ങനൊന്നും പെരുമാറേണ്ട കാര്യം തനിക്കില്ലെന്ന്. ഹരി, ഞാൻ എന്തറിഞ്ഞെന്നാണ്? ഹരി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഗൗരിയെ നോക്കി. ഇന്ന് നിങ്ങളെവിടെ പോയി? കുടുംബക്ഷേത്രത്തിൽ. ഓ, അത് ശരി. ആരാണ് ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? അമ്മയായിരിക്കൂലേ? എന്ത്? എങ്ങനെ പറയാൻ? എൻ്റെ ഗൗരി, തനിക്ക് കള്ളം പറഞ്ഞ് വശമില്ലടോ. പിന്നെന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? ഹരി, ഞാൻ എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോയതാ, അല്ലാതെ ഹരി വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ശരി ശരി, ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ നിവർത്തിയില്ലല്ലോ. പക്ഷേ കിഷോറിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ എവിടെയാണുള്ളതെന്ന്. പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ആ, എന്തായാലും എന്തെങ്കിലും താനിതറിയൂന്ന് എനിക്കറിയായിരുന്നു. അതിത്തിരി മുന്നേ ആയെന്ന് മാത്രം. അവൻ ബെഡിലേക്കിരുന്നു. ഹരി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഹരിക്ക് ഒരുപാട് വിഷമമായല്ലേ? അമ്മയാണ് എന്നോട് പറഞ്ഞത്. ഒന്നും
ഹരി അറിയിക്കേണ്ടെന്ന്. ഗൗരി കരയുകയാണ്. എന്തോ അവൻ്റെ കണ്ണുകളും അവൻ പോലും അറിയാതെ നിറഞ്ഞു കവിഞ്ഞു. അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. വെറുതെ ആകാശത്തേക്ക് നോക്കി. എന്നും ഈ പതിവുള്ളതാണ്. അവിടെ പൂത്തു വിരിഞ്ഞു നിൽക്കുന്ന താരകങ്ങളെ നോക്കി അവൻ സംസാരിക്കും. തൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയെന്ന് അറിഞ്ഞ ദിവസം മുതൽ ഇന്നോളം തെറ്റാതെ താൻ ഈ കുഞ്ഞു താരകങ്ങളെ നോക്കി തൻ്റെ ആകുലതയും സന്തോഷവും പരിഭവവും പരാതിയും ഒക്കെ പറയും. താൻ അവിടെ എവിടെയോ കാണാമറയത്ത് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കളുണ്ടെന്നാണ് ആ കുഞ്ഞു മനസ്സിൽ അന്നുണ്ടായിരുന്ന വിശ്വാസം. എവിടെയോ കേട്ടു മറന്ന ഒരു കഥയിലെ വരികളാണ് അവനെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. വളർന്നപ്പോഴും അവനത് മാറ്റിയില്ല. ഇടയ്ക്കൊക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ തൻ്റെ അമ്മ വന്ന് തന്നെ തഴുകുന്ന പോലെ അവന് തോന്നിയിട്ടുണ്ട്. തൻ്റെ അച്ഛൻ വന്ന് തൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിട്ട് പോകുന്നതായി അവന് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. വേദന തോന്നുമ്പോഴും അതിൻ്റെ 100 ഇരട്ടി സ്നേഹം തന്ന് തന്നെ ചേർത്തണയ്ക്കുന്ന ഒരച്ഛനെയും അമ്മയും തന്നതിന് 1 കോടി നന്ദി ഈശ്വരനോട് പറഞ്ഞു. കൈത്തണ്ടയിൽ ഒരു തണുപ്പ് പടർന്നതും അവൻ മുഖം ചെരിച്ചു നോക്കി. ഗൗരിയാണ്. അവൾ അവനെ മെല്ലെ തൊട്ടതാണ്. ഹരി പെട്ടെന്ന് കണ്ണീർ തുടച്ചു. എന്താ ഗൗരി, കിടക്കുന്നില്ലേ? അവനൊന്ന് പുഞ്ചിരിച്ചു. ഹരി വരുന്നില്ലേ? വന്നോളാം, താൻ ചെല്ല്. നല്ല മഞ്ഞുണ്ട്, വെറുതെ തണുപ്പിടിക്കണ്ട. ഹരി വാ, കുറേ സമയമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അവൾ നിർബന്ധിച്ചപ്പോൾ ഹരി എഴുന്നേറ്റ് അവളുടെ ഒപ്പം പോയി. താൻ ഫുഡ് കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല ഹരി, വിശപ്പില്ല, അതുകൊണ്ടാണ്. അതെന്താ, എല്ലാം അറിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞു പോയോ? അവൻ പാതി കളിയായി ചോദിച്ചു. ഹരി ഒന്നും കഴിക്കാതല്ലേ വന്നേ? ഹരിക്ക് വിശക്കുന്നില്ലേ? പെട്ടെന്ന് അവൾ ചോദിച്ചു. തന്നോടാരാ പറഞ്ഞേ ഞാനൊന്നും കഴിച്ചില്ലെന്ന്? ഞാൻ വയറ് നിറയെ കഴിച്ചിട്ടാ വന്നേ. അവൻ ബെഡിലേക്ക് കിടന്നു. എഴുന്നേറ്റ് വാ ഹരി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഗൗരി അവനെ പ്രതീക്ഷയോടെ വിളിച്ചു. എനിക്ക് വേണ്ട. തനിക്ക് വേണമെങ്കിൽ പോയി കഴിച്ചിട്ട് വാ. അവൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ റൂമിലെ ലൈറ്റ് അണഞ്ഞു. ഗൗരിയും വന്ന് അവൻ്റെ അരികത്തായി കിടന്നു. ഹരി തൻ്റെ ഒപ്പം വരുമെന്ന് അവൾ കരുതി. പക്ഷേ ഹരിയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ തീരുവെന്ന് അവൾ തീർച്ചപ്പെടുത്തി.